بسم الله والحمد لله. الصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله. أما بعد، اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحبه وعلى جميع الأنبياء والمرسلين وعلى الملائكة كلهم أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. الحمد لله على كل حال، ونعوذ بالله من حال أهل النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات والله بما تعملون خبير. صدق الله مولانا العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. وقال النبي صلى الله عليه وسلم: العلماء ورثة الأنبياء. سيدنا محمد رسول الله. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. الصلاة والسلام عليك يا سيدي يا خير خلق الله. خذ بيدي قلت حيلتي أدركني. സുന്നി കൈരളിയുടെ അഭിമാനവും ആത്മീയ നേതൃത്വവുമായ ഏറ്റവും ബഹുമാനം നിറഞ്ഞ മഹാനായ താജുൽ ഉലമ തങ്ങളവറുകളെ, വേദിയിലിരിക്കുന്ന മഹാന്മാരായ സാദത്തുൽ നൂറുൽ ഉലമ, വന്യരായ എം എ ഉസ്താദ്, മറ്റാദരണീയരായ ഉസ്താദുമാർ, പണ്ഡിതന്മാർ, നേതാക്കൾ, SYS-ന്റെയും SSF-ന്റെയും കർമ്മോത്സുകരായ പ്രവർത്തകന്മാർ, പ്രിയപ്പെട്ട മുതഅല്ലിം മുഅല്ലിം സുഹൃത്തുക്കൾ, മാന്യ ശ്രോതാക്കളെ, പിഞ്ചോമനകളെ, യജമാനനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എളിയവരായ നമ്മുടെ ഈ ഒത്തുചേരൽ അവൻ പൊരുത്തപ്പെട്ട ഏറ്റവും വലിയ ദീനീ ഖിദ്മത്തിന്റെ ഭാഗമായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. മഹാനായ താജുൽ ഉലമ അവർകൾക്കും മറ്റു സാദാത്തുക്കൾക്കും നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർക്കും അല്ലാഹു ആഫിയത്തോടെ ആരോഗ്യത്തോടെ ദീനീ ഖിദ്മത്തിന്റെ തണലിലായിക്കൊണ്ട് അല്ലാഹു ദീർഘായുസ്സിനെ പ്രദാനം ചെയ്തു കൊടുക്കുമാറാകട്ടെ. അവരുടെയൊക്കെ തണലിലായി നീണ്ട ആയുഷ്കാലം ഇസ്സത്തോടെ ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു ഫുഖറാക്കളും സാധുക്കളുമായ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖിനെ പ്രദാനം ചെയ്തു തരട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. വലിയ ബർക്കത്തും ബഹുമാനവും നിറഞ്ഞ ഒരു സദസ്സിലാണ് നാം ഇപ്പോൾ സംഗമിച്ചിരിക്കുന്നത്. പ്രവാചക പ്രേമത്തിന്റെ പര്യായമായി ലോകത്ത് ആദരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്ന മഹാനായ ഇമാം ബുസൂരി റളിയല്ലാഹു തആല അൻഹുവിന്റെ ലോകപ്രശസ്തിയാർജിച്ച പ്രവാചക പ്രകീർത്തനം ഖസീദത്തു ബുർഉദ്ദാർ ഒരു കാലഘട്ടത്തിൽ ലോകത്തിന്റെ ഹരമായി നിലനിന്നു.
കഴിഞ്ഞൊരു കാലഘട്ടത്തിൽ കേരളത്തിന്റെ മണ്ണിൽ നിന്നതിനെ പിഴുതെറിയാൻ വേണ്ടി ബിദ്അഈ ചിന്താഗതിക്കാർ ശക്തമായ പടയോട്ടം നടത്തിയപ്പോൾ പ്രവാചക പ്രകീർത്തനത്തെ ലോകത്ത് തളർത്തിയിടാൻ ഒരു ബിദ്അഈ ശക്തിക്കും സാധ്യമല്ല എന്ന് തെളിയിച്ചുകൊണ്ട് മഹാനായ ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹുവിന്റെ പ്രവാചക പ്രകീർത്തനമായ ഖസീദത്തു ബുർഖുദ്ദ ഒരു ആവേശമായി ലോകത്ത് ഉയർത്തെഴുന്നേൽത്തുകൊണ്ടിരിക്കുകയാണ്. ഉത്തര കേരളത്തിന്റെ അഭിമാനമായി നിലനിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാപനം ജാമിയ സഅദിയ അറബിയ അതിന്റെ 38ാം വാർഷികത്തിന്റെ ഭാഗത്തോടനുബന്ധിച്ച് ജാമിയ സഅദിയുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന UAE-യിലുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളുടെ പ്രത്യേകമായ സഹകരണത്തോടുകൂടെ ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച് ഇന്ന് വൈകുന്നേരത്തോടുകൂടെ സമാപിച്ച അഖിലേന്ത്യാ ബുർദ മത്സരത്തിന്റെ സദസ്സിന്റെ സമാപനത്തോടനുബന്ധിച്ചു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്തുതികീർത്തനങ്ങൾ പാടിയ സദസ്സിലും മണ്ണിലും വീട്ടിലും മഹാന്മാരുടെ സഹായങ്ങളും ബർക്കത്തും ഇറങ്ങും എന്നുള്ളത് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയാണ്. ആ രീതിയിൽ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ പ്രദേശത്തെ മുഴുവനും പിടിച്ചു കുലുക്കിക്കൊണ്ട് നടന്ന പ്രവാചക പ്രകീർത്തനത്തിന്റെ സമർപ്പണം, ആ വലിയൊരു ബർക്കത്തുള്ള സദസ്സ് തുടർന്നുകൊണ്ട് ആ സദസ്സ് ഒരു മഹത്തായ അനർഘ നിമിഷത്തിനു വേണ്ടി സാക്ഷിയാകാൻ പോവുകയാണ്. മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് പരമ്പരാഗതമായി ലോകത്ത് കൈമാറി മഹത്തുക്കളുടെ കരങ്ങളിലൂടെ, സംശുദ്ധമായിരിക്കുന്ന കരങ്ങളിലൂടെ കൈമാറി വന്ന പരിശുദ്ധമായ ദീൻ ഏത് പ്രതിസന്ധിയെയും പ്രയാസങ്ങളെയും തരണം ചെയ്യേണ്ടി വന്നാലും കേരളീയ ജനത മുഴുവനും എന്നെ ഒറ്റപ്പെടുത്തിയാലും ഞാൻ ഒറ്റക്ക് നിന്നാലും ഈ ഹക്കിനു വേണ്ടി പോരാടുമെന്ന് പ്രഖ്യാപിച്ച മഹാനായ താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഹഫിളഹുല്ലാഹ്, ആ മഹാനുഭാവനയും അവിടുത്തെ പിന്നിലായിക്കൊണ്ട് ചരിത്ര പാരമ്പര്യത്തെ വിളിച്ചോതുന്ന മഹാനായ നൂറുൽ ഉലമ മൗലാന MA ഉസ്താദ് അവരുകളെയും ആദരിക്കുന്ന ഏറ്റവും വലിയൊരു മഹത്തായ രംഗത്തിന്റെ ഈ സദസ്സ് സാക്ഷിയാകാൻ പോകുന്നു. അള്ളാഹു നമ്മിൽ നിന്ന് ഈ സേവനം സ്വീകരിക്കുമാറാകട്ടെ. ആ മഹാന്മാർക്ക് അള്ളാഹു ആരോഗ്യത്തോടെ ദീർഘായുസ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുക. അതാണ് നമ്മുടെ അനുമോദനത്തിന്റെ ഭാഗം തന്നെ. മഹാന്മാരായ സാദാത്തുക്കളെയും ഉലമാഇനെയും ആദരിക്കുന്നതും അനുമോദിക്കുന്നതും പ്രഹസനത്തോടുകൂടെ കാണുന്ന പലരും മുക്കുകളിലും മൂലകളിലുമുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഈ സന്ദർഭത്തിൽ ആദ്യമായി ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ആദരിക്കേണ്ടവരെ ആദരിക്കുക എന്നുള്ളതും ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുക എന്നുള്ളതും അനുമോദിക്കേണ്ടവരെ അനുമോദിക്കുക എന്നതും പ്രകീർത്തിക്കേണ്ടവരെ പ്രകീർത്തിക്കുക എന്നതുമാണ് ദീനിന്റെ അടിസ്ഥാനപരമായി നിലനിൽക്കുന്ന യാഥാർത്ഥ്യമെന്ന സത്യം അത്തരം ആളുകൾ വൈകിയ വേളയിലെങ്കിലും മനസ്സിലാക്കണമെന്നാണ് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. പൂർവികരായ മഹാന്മാരായ അംബിയാഇനെയും മഹാന്മാരായിരിക്കുന്ന സ്വഹാബാക്കളെയും ഔലിയാക്കളെയും സാലിഹീങ്ങളെയും ആദരിച്ചും ബഹുമാനിച്ചും പ്രകീർത്തിച്ചും പാടിയും അനുമോദിച്ചും പാരമ്പര്യം സൃഷ്ടിച്ചിരിക്കുന്ന ലോകത്താണ് നാം ജീവിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. ആദരിക്കുക എന്നുള്ളതും ബഹുമാനിക്കുക എന്നുള്ളതും അനുമോദിക്കുക എന്നുള്ള ചടങ്ങ് ലോകത്ത് ഇവിടെ ആദ്യമായി നടപ്പിൽ വരുത്തിയത് മനുഷ്യനിർമ്മിതമായിരിക്കുന്ന ഒരാശയമായി കൊണ്ടല്ല. ആദരിക്കുക അനുമോദിക്കുക എന്ന് പറയുന്ന ഒരു സത്യത്തെ ലോകത്ത് ആദ്യമായി കൊണ്ട് പഠിപ്പിച്ചത് തന്നെ ലോകത്തിന്റെ സൃഷ്ടാവ് അജയ്യ പ്രതാപശാലിയായ അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ്.
അധിപനായ അള്ളാഹു ഈ ലോകത്ത് ആദരിക്കാനും ബഹുമാനിക്കാനും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരിൽ ആദിമ പിതാവ് മഹാനായ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാമിനെ ജീവിതം പരിപൂർണമായി അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മലായിക്കത്തുകളിലൂടെ ആദരിച്ചും ബഹുമാനിച്ചും കൊണ്ടാണ് ഈ ലോകത്തിന്റെ പഠനം തന്നെ അള്ളാഹു തആല തുടങ്ങിയിരിക്കുന്നത്. മഹാന്മാരായിരിക്കുന്ന സാദാത്തുക്കളെയും നേതാക്കളെയും ഇരുത്തിക്കൊണ്ടൊരു നീണ്ട പ്രഭാഷണം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഈ പിൽക്കാലത്ത് ജീവിക്കുന്ന നമുക്ക് ചില സത്യങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ. അതിനുവേണ്ടി മാത്രം ഒന്ന് രണ്ട് കാര്യങ്ങൾ മഹാനായ താജുൽ ഉലമയും വന്യരായ മൗലാന ഉസ്താദുമൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മോട് മനസ്സിൽ പ്രയാസം തോന്നിയേക്കാമെന്ന ഭീതിയോടുകൂടെ തന്നെ ചില കാര്യങ്ങൾ ഞങ്ങൾ ഇവിടെ തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. സ്നേഹത്തിന്റെ പ്രതീകമായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബീബിന്റെ പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങളാകുന്ന സ്വഹാബത്തെ കിറാം ആ നേതൃത്വത്തെ ആദരിച്ച് ബഹുമാനിച്ച് പാടുകയും പറയുകയും പ്രകീർത്തിക്കുകയും ചെയ്യുമ്പോൾ സന്തോഷത്തോടെയും സ്വന്തം നല്ല മനസ്സോടുകൂടെയും ആസ്വദിച്ചിരുന്ന മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മഹത്തായ ഗുണത്തെ മാത്രം ഓർത്തുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനിവിടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ലോകത്ത് കഴിഞ്ഞുപോയ മഹത്തുക്കളെയും സാലിഹീങ്ങളെയും ഒക്കെ ആദരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണങ്ങൾ 4 എണ്ണമാണ്. അതിലൊന്നാമതായി ആദരിക്കപ്പെടുന്നവരുടെ ഏറ്റവും വലിയ ആദരവിന്റെ കാരണമായി ഖുർആനും ഹദീസും പഠിപ്പിച്ചത് പാണ്ഡിത്യം എന്ന് പറയുന്നതാണ്, ഇൽമാണ്. രണ്ടാമത്തത് ഭൗതിക സുഖങ്ങളെക്കാൾ അപ്പുറം അള്ളാഹുവിന്റെ ദീനിന്റെ തനതായ മുഖം അത് സമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന പ്രബോധന ദൗത്യം ഏറ്റെടുത്തു എന്നതാണ് ആദരിക്കപ്പെട്ടതിന്റെയും ബഹുമാനിക്കപ്പെട്ടതിന്റെയും അടിസ്ഥാനപരമായ രണ്ടാമത്തെ കാരണം. മൂന്നാമത്തത് ഈ പ്രബോധനത്തിന് വേണ്ടി എന്ത് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നാലും ആ ത്യാഗങ്ങൾ സ്വന്തം നഫ്സിനെ പോലും ബലികഴിക്കേണ്ടി വന്നാലും ശരി ആ ത്യാഗത്തിലൂന്നിക്കൊണ്ട് സേവനമർപ്പിക്കാൻ തയ്യാറാണെന്നുള്ള പ്രഖ്യാപനത്തോടുകൂടെ ഭൂമിക്ക് മുകളിൽ അവർപ്പിച്ച സേവനത്തിന്റെയും ത്യാഗത്തിന്റെയും പരിണിത ഫലമാണ് ആദരിക്കപ്പെടാനും ബഹുമാനിക്കപ്പെടാനും കാരണമായി തീർന്നിരിക്കുന്നത്. ഈ 4 സംശുദ്ധമായ ലക്ഷണങ്ങൾ ഒത്തിണങ്ങിക്കൊണ്ട് മഹാന്മാരിവിടെ ജീവിച്ചപ്പോൾ സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് സ്വീകാര്യത നൽകി. മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ആ മഹത്തായ ഗുണങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടൊരു മനുഷ്യരിൽ അല്ലാഹു സ്വീകാര്യത നൽകാൻ തീരുമാനിച്ചു പോയാൽ ആ സ്വീകാര്യതയെ തട്ടിത്തകർക്കാൻ ലോകത്തൊരു ശക്തിക്ക് സാധ്യമല്ല. കാരണം അധിപനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവിടെ എടുക്കുന്ന തീരുമാനം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് ഭൂമിയിൽ ആ രീതിയിൽ ഗുണങ്ങൾ ഒത്തിണങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിത്വത്തെ ആദരിക്കാൻ വേണ്ടി അംഗീകരിക്കാൻ വേണ്ടി അള്ളാഹു തീരുമാനിച്ചാൽ പടച്ച റബ്ബ് അവർക്ക് സ്വീകാര്യത കൊടുക്കുകയും ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ, കൽപ്പിച്ചതെന്തേ അത് മുഴുവനും പകർത്തുക എന്നതും നിരോധിക്കപ്പെട്ടതിലേക്ക് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ സംശുദ്ധമായ ജീവിതം അർപ്പിക്കുന്ന മലായിക്കത്തുകൾ, ആ മലായിക്കത്തുകളെ വിളിച്ച് മഹാമലായിക്കത്തുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ നിർദ്ദേശം, ഭൂമിയിൽ എന്റെ ഇന്ന അടിമയെ ഞാൻ ആദരിച്ചിട്ടുണ്ട്, ബഹുമാനിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ കൽബിലും സ്വീകാര്യതയും അംഗീകാരവും ഉണ്ടാകണം. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം തന്റെ ആ സ്വീകാര്യത തന്റെ തഹ്തിൽ പ്രവർത്തനം തന്റെ തഹ്തിലായിക്കൊണ്ടെല്ലാം സേവനങ്ങളും അർപ്പിക്കുന്ന മഹാന്മാരായ മലായിക്കത്തുകൾ, ആ മലായിക്കത്തുകളെ വിളിച്ചുകൊണ്ട് പറയുന്നത്, ഓ പ്രിയപ്പെട്ട മലായിക്കത്തുകളെ, ഭൂമിയിൽ അല്ലാഹു അവന്റെ ഇന്ന അടിമയെ ആദരിച്ചു ബഹുമാനിച്ചു, അതുകൊണ്ട് ഞാനും അത് അംഗീകരിച്ചിട്ടുണ്ട്, നിങ്ങളും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. മഹാനായ സയ്യിദുനാ വ സയ്യിദുൽ ആലം മുഹമ്മദുർ റസൂലുള്ളാഹി, ആ ഹബീബായ നേതാവ് പഠിപ്പിക്കുന്നു, അങ്ങനെ ഒരു മനുഷ്യന്റെ സ്വീകാര്യത മലായിക്കത്തുകളുടെ കൽബിലും കൂടെ ഇട്ടുകൊടുക്കുമ്പോൾ നാലാമതായി അല്ലാഹു എടുക്കുന്ന പ്രവർത്തനം എന്താണെന്നറിയുമോ? ജനമനസ്സുകളിൽ അവർക്കുള്ള സ്വീകാര്യത വിട്ടുകൊടുക്കുന്നു എന്നതാണ്. മഹാനായ താജുൽ ഉലമ ഇവിടെ ആദരിക്കപ്പെടുകയാണ്. അവിടുത്തെ പിന്നിലായിക്കൊണ്ട് പ്രവർത്തിച്ച് പാരമ്പര്യം സൃഷ്ടിച്ച മഹാനായിരിക്കുന്ന നൂറുൽ ഉലമ ഇവിടെ ആദരിക്കപ്പെടുകയാണ്. ഈ ഇരിക്കുന്ന ആയിരങ്ങളിലേക്ക് ലക്ഷക്കണക്കിന്റെ നോട്ടുകെട്ടുകൾ വലിച്ചെറിഞ്ഞിട്ടല്ല ഈ ആദരവ്.
ഈ ഇരിക്കുന്ന ആയിരങ്ങളാകുന്ന സുന്നി പ്രസ്ഥാനത്തിന്റെ ഈ മനസ്സുകളിൽ നിൽക്കുന്ന അംഗീകാരമാണ് ഈ ആദരവ് എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. നമ്മുടെ മഹാരഥന്മാരായ ഉലമാക്കള് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം ഇട്ടുതരാമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടല്ല ഈ ആദരവിനും അംഗീകാരത്തിനും കൂടെ പ്രചോദനം ലഭിക്കുന്നത്. ആദർശത്തിനു വേണ്ടി ജീവിക്കുന്ന തുടിപ്പുള്ള മനസ്സുകളിൽ സൃഷ്ടാവായ റബ്ബിനെയും ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെയും സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനമനസ്സുകളിൽ ആ സത്യം പരമ്പരാഗതമായി നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചു തന്ന മഹത്തുക്കളോടുള്ള അംഗീകാരം, അതാണ് ഈ ആദരവിന്റെയും അനുമോദനത്തിന്റെയും മാനദണ്ഡം. ആ മഹാരഥന്മാരായ ഉലമാഉം സാദാത്തുക്കളുമൊക്കെ ദീനിന്റെ ശിആറുകളാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, അള്ളിമൂ ശആഇറല്ലാഹ് വമൻ യുഅള്ളിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ദീനിന്റെ ശിആറുകൾ, അല്ലാഹുവിന്റെ ശിആറുകൾ ആദരിക്കുക, ബഹുമാനിക്കുക എന്നുള്ളത് അല്ലാഹുവിന്റെ നിർദ്ദേശമാണ്. പക്ഷേ ആ നിർദ്ദേശം അംഗീകരിക്കാൻ എല്ലാവർക്കും യോഗ്യതയുണ്ടാകില്ല. ആ നിർദ്ദേശത്തിന് സാക്ഷിയാകാൻ യോഗ്യതയുള്ളവർ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, സൃഷ്ടാവിന്റെ ഭയഭക്തിയുള്ളൊരു മനസ്സാക്ഷിയോടുകൂടിയുള്ള ദർശനത്തെ ആഗ്രഹിക്കുന്ന മനസ്സുകൾ, അവർക്ക് മാത്രമേ ആ അനുമോദനത്തിനും ആദരവിനും ആഗ്രഹം ലഭിക്കുകയുള്ളൂ എന്നതാണ് അനുമോദനത്തിന്റെയും അതുപോലെ തന്നെ ആദരിക്കലിന്റെയും പ്രത്യേകതയായി നാം കാണേണ്ടത്. ലോകത്താദ്യമായി ആദരിക്കൽ ചടങ്ങ് നടത്തിയിരിക്കുന്ന സൃഷ്ടാവായ റബ്ബാണ്. ആ റബ്ബ് ആദരിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചത് മലായിക്കത്തുകൾക്കാണ് നിർദ്ദേശം നൽകിയത്. ആദരവിന്റെ കാരണമായി മുന്നിൽ വെച്ചത് അബൂന അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം. എന്തേ ആ മലായിക്കത്തുകൾ ആദം നബി അലൈഹിസ്സലാമിനെ ആദരിക്കേണ്ടി വന്നത്? വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ, ഇൽമ് എന്ന് പറയുന്ന മഹത്തായ അനുഗ്രഹം നൽകിക്കൊണ്ടാണ് ആദം നബി അലൈഹിസ്സലാമിനെ ആദരിക്കാൻ വേണ്ടി അള്ളാഹു നിർദ്ദേശിച്ചത്. ഇൽമ് എന്ന് പറയുന്ന മഹത്വം, മഹാന്മാരായ മലായിക്കത്തുകൾ അള്ളാഹുവിന്റെ തീരുമാനത്തിന് മുന്നിൽ ശിരസ് നമിച്ചു. എല്ലാ മലായിക്കത്തുകളും സുജൂദ് ചെയ്തു. പക്ഷേ അവിടെയും വക്രബുദ്ധിയോടുകൂടെ ചിന്തിക്കുന്നവരുണ്ടായിരുന്നു. അവരുടെ ലീഡർ, ഒന്നാമത്തെ മെമ്പർഷിപ്പ് എടുത്ത സാധനമായിരുന്നു ഇബ്ലീസുൽ ലഈൻ ലഅനത്തുല്ലാഹി അലൈഹി. ഇല്ലാ ഇബ്ലീസ് അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. അവനുണ്ടാക്കിയ സ്വഭാവത്തെയും അള്ളാഹു നമുക്ക് ഖുർആനിലൂടെ പഠിപ്പിച്ചു വന്നു. ആദരിക്കേണ്ടവരെ ആദരിക്കാനും അനുമോദിക്കേണ്ടവരെ അനുമോദിക്കാനും വേണ്ടി അള്ളാഹു കൽപ്പിച്ചു. ആദ്യത്തെ ആദരവും അനുമോദവും നടത്തിയത് എങ്ങനെയാണ്? അവർക്ക് മുന്നിൽ സാഷ്ടാംഗം നമിച്ചുകൊണ്ടായിരുന്നു. അന്നേരം അനുവദനീയമാണ്. ആ സാഷ്ടാംഗം നമിക്കലിലൂടെ നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരത്തിന്റെ മുന്നിൽ അഹങ്കാരം എന്ന് പറയുന്ന മാനസിക രോഗം, അത് മാത്രം പിടിപെട്ടിരിക്കുന്ന ഇബ്ലീസ് അവനെന്ന അഹങ്കാരിയായി മാറി നിന്നു. ആദരവിനെയും അനുമോദന ചടങ്ങുകളെയും അപഹാസ്യത്തിന്റെ കണ്ണോടുകൂടെ കാണാൻ അവർ ശ്രമിച്ചു. പക്ഷേ അള്ളാഹു അവനോട് ധിക്കാരം കാണിക്കുന്നവരെക്കാൾ കൂടുതൽ കടുത്ത സമീപനമാണ് അവന്റെ ആദരവിനും അംഗീകാരത്തിനും യോഗ്യരായവർക്കെതിരെ തിരിഞ്ഞു നിൽക്കുന്നവരോട് അംഗീകരിക്കുന്ന സമീപനം. ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം. പോടോ പുറത്തെന്ന് പറഞ്ഞ് ആട്ടിപ്പുറത്താക്കിയിരിക്കുന്ന ഏറ്റവും വലിയ കുരുത്തക്കേടിന് സാക്ഷിയാകാൻ ആ ഇബ്ലീസ് തയ്യാറാകേണ്ടി വന്നു. അവന്റെ ശർറിനെ തൊട്ട് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആ മഹാന്മാരായ അംബിയാഇന്റെ അനന്തരാവകാശികളായിക്കൊണ്ട് ലോകത്ത് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന വിഭാഗമാരാണ്? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, അത് ഉലമാ ആണ് എന്ന്. ആ പാരമ്പര്യത്തെ അംഗീകരിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് നാം. അതുകൊണ്ട് തന്നെ അംബിയാഇന്റെ അനന്തരാവകാശികളായിരിക്കുന്ന മഹത്തുക്കളെ ആദരിക്കുക, ബഹുമാനിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഈമാനിന്റെ ഭാഗമായി നാം അംഗീകരിച്ചേ പറ്റൂ. ലോകത്ത് രണ്ടാമതായിക്കൊണ്ട് ഏറ്റവും വലിയ ആദരിക്കൽ ചടങ്ങ് നടത്തിയത് മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പ്രവാചക പ്രേമം ലോകത്തിന്റെ മുഴുവൻ മനസ്സുകളിലേക്കും പദ്യങ്ങളിലൂടെയും ഗദ്യങ്ങളിലൂടെയും ഇട്ടെറിഞ്ഞു കൊടുക്കാൻ വേണ്ടി ശ്രമം നടത്തിയിരിക്കുന്ന മഹാന്മാരായ സ്വഹാബത്ത്. ആ സ്വഹാബത്തിൽ പ്രവാചക പ്രകീർത്തനം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഹരമായി മാറ്റിയിരിക്കുന്ന പ്രഗത്ഭന്മാരായ പല കവികളുമുണ്ടായിരുന്നു സഹാബത്തിൽ റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ. മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ പോലത്തെ, മഹാനായ കഅബ് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹുവിനെ പോലത്തെ മഹത്തുക്കൾ, ആ മഹത്തുക്കളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ട്
അനുമോദനത്തിന്റെ ചടങ്ങുകൾ ഏർപ്പെടുത്തിക്കൊണ്ട് മാതൃക സൃഷ്ടിച്ച പ്രഗത്ഭ വ്യക്തിത്വത്തിനോട് പ്രഗത്ഭനായ നേതാവ് മഹാനായ സയ്യിദുനാ വസയ്യിദുൽ ആലം മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടുത്തെ മഹബത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ഖൽബ് ധന്യമാക്കി തരട്ടെ. അവിടുത്തെ നോട്ടമുള്ള സദസ്സായി അല്ലാഹു നമ്മുടെ ഈ സദസ്സിനെ മാറ്റി തരട്ടെ. ആ ഹബീബിന്റെ ഹക്ക് കൊണ്ട് അല്ലാഹു നമ്മുടെ ഈ സദസ്സിനെ സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദരിക്കൽ ചടങ്ങിന് സാക്ഷിയായി. മഹാന്മാരായ സ്വഹാബത്ത് ആദരിക്കൽ ചടങ്ങിന് സാക്ഷിയായിട്ടുണ്ട്. ജീവിതത്തിൽ ഒരു അബദ്ധം പറ്റിപ്പോയ മഹാനായ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ചെയ്ത തെറ്റ് തരികിട പറഞ്ഞുകൊണ്ട് തടിസലാമത്താക്കാൻ വഴികാടുന്നതിന് പകരം അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഹക്ക് തുറന്നു പറഞ്ഞുകൊണ്ട് അള്ളാഹു തീരുമാനിക്കട്ടെ എന്ന നിശ്ചയത്തോടുകൂടെ മാറി നിന്ന മഹാനായ കഅബ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു 50 ദിവസക്കാലത്തോളം സഹിച്ച ത്യാഗം, സഹാബത്തിന്റെ ഭാഗത്തു നിന്ന് മുഖം തിരിഞ്ഞു നടക്കുന്ന പ്രത്യേകമായ ഒരു അന്തരീക്ഷം. മഹാനായ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഭൂമി അത് വിശാലമാണെങ്കിലും എനിക്ക് കുടുസായി അനുഭവപ്പെട്ടു. തിരിയുന്നതും മറയുന്നതും ഒക്കെ എനിക്ക് പ്രയാസം. എല്ലാ ഭാഗത്തും എനിക്ക് ടെൻഷൻ, ജീവിതം തന്നെ മടുത്തൊരവസ്ഥ. ഞാൻ ആ പ്രയാസത്തിലിരിക്കുന്ന സമയത്താണ് മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അധിപനായ റബ്ബ് എന്റെ പാപം പുറത്തു തന്നിരിക്കുന്നു എന്ന പ്രഖ്യാപനം നടത്തുന്നതും. ആ വലിയ അനുഗ്രഹത്തിന് സാക്ഷിയാകുന്ന ദിവസം മഹാന്മാരായ സ്വഹാബത്ത് ആവേശഭരിതരായിക്കൊണ്ട് നടത്തിയ രംഗം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. കുതിരപ്പുറത്ത് കയറി, ഒട്ടകത്തിന്റെ പുറങ്ങളിൽ കയറി, മലമുകളിൽ കയറിക്കൊണ്ട് അവർ അട്ടഹസിക്കുകയായിരുന്നു. ആ സന്തോഷം അതാണ് ഈ ഒരുമിച്ച് കൂടിയ ജനനിബിഡമായ സദസ്സിന് ഏറ്റവും വലിയ കാരണം. ഈ മഹത്തുക്കളായിരിക്കുന്ന ഉലമാഇനെയും സാദാത്തുക്കളെയും സാലിഹീകളെയും ഈ ശബ്ദത്തിലല്ല, ഇതേക്കാൾ അപ്പുറത്തെ ശബ്ദമുണ്ടെങ്കിൽ ആ ശബ്ദം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആദരിക്കാനും ബഹുമാനിക്കാനും അർഹതപ്പെട്ടവരാണ് നാം. ആ ആദരവും ബഹുമാനവും നിലനിർത്തി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എന്നാൽ ഈ ആദരവിനും ഈ അംഗീകാരത്തിനും ഒരുപാട് മാർഗങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ ലോകത്തിന് പഠിപ്പിച്ചിട്ടുണ്ട്, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമതായിക്കൊണ്ട് ആദരിക്കപ്പെടേണ്ടിയിരിക്കുന്ന ബഹുമാനിക്കപ്പെടേണ്ടിയിരിക്കുന്ന മഹത്തുക്കളോട് കാണിക്കേണ്ട സമീപനം വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. ആദരിക്കപ്പെടേണ്ടവരിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദരിക്കപ്പെടേണ്ടിയിരിക്കുന്ന ഏറ്റവും വലിയ വ്യക്തിത്വത്തിനുടമയാണ്. ആ ഹബീബിനെ അഭിമുഖീകരിക്കേണ്ടുന്ന ശൈലിയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ നൽകിയ പാഠം കാണാം. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നാജൈതുമുർ റസൂല ഫഖദ്ദിമൂ ബൈന നജ്വാകും സദഖ ദാലിക ഖൈറുൽ ലക്കും വഅത്ഹർ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്, ആദരവിന്റെയും അംഗീകാരത്തിന്റെയും പ്രതീകമായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, ആ ഹബീബിന്റെ മുന്നിലേക്ക് നിങ്ങൾ അനുമോദനത്തിന്റെയും അംഗീകാരത്തിന്റെയും മനസാക്ഷിയോടെ നിങ്ങൾ താഴ്മയോടെ കടന്നു ചെല്ലുമ്പോൾ ആ ഹബീബിന്റെ അഭിസംബോധനത്തിനും അഭിമുഖീകരണത്തിനും സാക്ഷിയായിക്കൊണ്ട് നിങ്ങൾ മുന്നിൽ വെക്കേണ്ടത് സദഖയാണ്, ഗിഫ്റ്റാണ്. വിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശമാണ്. ആ വിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശത്തെ പാലിക്കുന്ന ശൈലിയെ സംബന്ധിച്ച് തന്നെ അല്ലാഹു പഠിപ്പിച്ചത് ദാലിക ഖൈറുൽ ലക്കും വഅത്ഹർ. അത് നിങ്ങൾ അംഗീകരിക്കുന്ന ഒരു ഖൈറായ റൂട്ടാണ്, പോരാ നിങ്ങളുടെ ആത്മീയ ശുദ്ധീകരണത്തിനുള്ള മാർഗവും കൂടി അതാണ് എന്ന് വിശുദ്ധ ഖുർആൻ സർട്ടിഫൈ ചെയ്യുകയാണ്. രണ്ടാമതായി ആദരിക്കൽ ചടങ്ങിന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയിരിക്കുന്ന രണ്ടാമത്തെ ഒരു മാർഗം എന്താണ്? ആദരിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടേണ്ടിയിരിക്കുന്ന അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടേണ്ടിയിരിക്കുന്ന വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങളുടെ സ്വീകാര്യതക്കും അവരുടെ ഉയർച്ചക്കും ശക്തിക്കും വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളതാണ്. മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ പ്രകീർത്തിച്ച് പാടിയ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ നൽകിയ അംഗീകാരം, അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദുസ് മാ നാഫഖ ഔ ഫാഖറ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് ഈ രീതിയിൽ പാടുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്ന കാലത്തോളം ഹസ്സാൻ ഇബ്നു സാബിത്തിനെ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കരങ്ങളെ കൊണ്ട് നീ ശക്തിപ്പെടുത്തണേ റബ്ബേ എന്ന് റസൂലുള്ളാഹി ദുആ ചെയ്തെങ്കിൽ, യജമാനനായ റബ്ബേ, ആയിരങ്ങൾ ഒരുമിച്ചുകൂടി ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ഫുഖറാക്കളായ ഞങ്ങൾക്ക് നിന്നോട് ചോദിക്കാനുള്ളത്, ഞങ്ങൾ ഇവിടെ ആദരിക്കാനും ബഹുമാനിക്കാനും തെരഞ്ഞെടുത്ത ഞങ്ങളുടെ അഭിവന്യ നേതാവ് മഹാനായ താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി, മഹാനായ നൂറുൽ ഉലമാ എം എ ഉസ്താദ്, അതുപോലെ ഇരിക്കുന്ന സാദാത്തുക്കൾക്ക് നേതാക്കൾക്ക് മുഴുവനും നിന്റെ സർവ്വ അംബിയാഇന്റെയും ഔലിയാഇന്റെയും മലായികത്തുകളുടെയും സാലിഹീകളുടെയും മദദും ഹിഫ്ളും ഹിമായത്തും നൽകി നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ.
ആ ദുആ കൊണ്ടാണ് ഞങ്ങൾ അനുമോദിക്കുന്നത്, നീ സ്വീകരിക്കണം റഹ്മാനേ. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയത് കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു തആല അൻഹുവിന് നൽകിയിരിക്കുന്ന അംഗീകാരമാണ്. അല്ലാഹുവിന്റെ റസൂലിനെ പാടി പ്രകീർത്തിച്ചുകൊണ്ട് പ്രവാചകന്റെ പ്രകീർത്തനത്തിന്റെ ലഹരിയിലേക്ക് പ്രകീർത്തനത്തിൽ അങ്ങ് ലയിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂല് തന്റെ ചുമലിൽ അണിഞ്ഞിരിക്കുന്ന ഷാലെടുത്തണിയിച്ചുകൊണ്ട് മഹാനായ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു തആല അൻഹുവിനെ ആദരിച്ചിട്ടുണ്ടെങ്കിൽ ആ പാരമ്പര്യത്തെ പിന്തുടർന്നുകൊണ്ടുള്ള അംഗീകാരത്തിന്റെയും ആദരവിന്റെയും രംഗത്തിനാണ് ഈ സദസ്സ് സാക്ഷിയാകുന്നത്. ഇന്ന് കേരളത്തിൽ ജീവിക്കുന്ന മഹാരഥന്മാരുടെ കൂട്ടത്തിൽ ഏതർത്ഥത്തിൽ ചിന്തിച്ചാലും തികച്ചും ആദരിക്കപ്പെടാനും ബഹുമാനിക്കപ്പെടാനും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിത്വം മഹാനായ താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഹഫിളഹുല്ലാഹ്. ആ മഹാനേതൃത്വം തന്നെയാണ്, സംശയിക്കേണ്ടതില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, അംഗീകാരത്തിന്റെയും ആദരവിന്റെയും മാനദണ്ഡങ്ങൾ 4 എണ്ണമായി കാണാം. അതിലൊന്നാമതായി ഇൽമു എന്ന് പറയുന്നതാണ്. ഏറ്റവും വലിയ ഒരു പരമ്പരയിലൂടെ നമുക്ക് മുന്നിലേക്ക് അള്ളാഹു അനുഗ്രഹമായി നൽകി. മഹാനായ വളവട്ടണം അന്ത്യവിശ്രമം കൊള്ളുന്ന 1000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് യമനിൽ നിന്നും ദീനീ ദഅവത്തിനു വേണ്ടിയും ജനങ്ങളുടെ സമുദ്ധാരണത്തിനു വേണ്ടിയും കടന്നു വന്ന സയ്യിദ് അഹ്മദ് ജലാലുദ്ദീൻ ബുഖാരി റളിയല്ലാഹു അൻഹു, അവിടുത്തെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ഈമാനിനെ ശക്തിപ്പെടുത്തി തരട്ടെ. നമ്മുടെ ഈമാനിലും അമലിലും ആയുസ്സിലും അള്ളാഹു ബർക്കത്ത് ചെയ്തു തരുമാറാകട്ടെ. ആ മഹാനുഭാവന്റെ ഖബീലയിൽ പ്രഗത്ഭരായ ഏറ്റവും വലിയ മഹത്തുക്കളുടെ സന്തതിയായിക്കൊണ്ട് ജനിക്കാൻ ഭാഗ്യം ലഭിച്ച മഹാനായ അസ്സയ്യിദ് അബൂബക്കർ ചെറുകുഞ്ഞു തങ്ങളുടെയും അസ്സയ്യിദ മഹദി ഹലീമ കുഞ്ഞു ബീബി രണ്ടുപേരെയും അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ ദറജ അള്ളാഹു തആല ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. ആ വലിയ മഹത്തായ കണ്ണിയിലൂടെ ഒരു വലിയ അനുഗ്രഹമായി കൊണ്ട് കൈരളിക്ക് മുന്നിൽ പിറന്നു വീണ 20 വർഷത്തിലധികം മഹാരഥന്മാരായ പ്രഗത്ഭന്മാരായ ഗുരുക്കന്മാരുടെ ഗുരുനാഥന്മാരുടെ മുന്നിൽ വെച്ചുകൊണ്ട് പാണ്ഡിത്യം കരസ്ഥമാക്കി. പുത്തൻ വീട്ടിൽ മുഹമ്മദ് മുസ്ലിയാരുടെയും മഹാനായ പറവണ്ണയുടെയും മർഹൂം കണ്ണിയത്ത് ഉസ്താദിന്റെയും മഹാനായ ശംസുൽ ഉലമ അടക്കമുള്ള നിരവധി യോഗ്യന്മാരായിരിക്കുന്ന മഹത്തുക്കൾ, അവരുടെയൊക്കെയും ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരുടെയൊക്കെയും ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അവരുടെയൊക്കെ മദദ് അള്ളാഹു നമുക്ക് ഓശാരം ചെയ്തു തരുമാറാകട്ടെ. അത്തരത്തിലുള്ള നിരവധി മഹാരഥന്മാരായ പണ്ഡിത പ്രഭുക്കളിൽ നിന്ന് 20 വർഷക്കാലത്തെ പഠനം, നമ്മളെ മാതിരി 2 കൊല്ലവും 3 കൊല്ലവും 5 കൊല്ലവും 8 കൊല്ലവും പഠിച്ചിട്ട് കോളേജിൽ പോയ സ്വഭാവമല്ല. 20 വർഷത്തിലധികം പഠനത്തിനു വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തി വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്തിൽ നിന്ന് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി കേരളത്തിന്റെ മണ്ണിലേക്ക് ഒരു അനുഗ്രഹമായി ഇറങ്ങി വന്നപ്പോൾ, അതേ കേരളത്തിലെന്ന് മാത്രമല്ല ലോകത്ത് ആത്മീയ നേതൃത്വത്തിന്റെ ഗുരുക്കളിൽ പ്രഗത്ഭനായി അറിയപ്പെട്ട മഹാനായ സയ്യിദ് മദനി ഉള്ളാൽ, അവിടത്തെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവിടത്തെ ഹക്ക് കൊണ്ട് അള്ളാഹു നമ്മുടെ ഈമാനും അമലും എല്ലാം നന്നാക്കി തരുമാറാകട്ടെ. അവിടത്തെ മദദ് അള്ളാഹു നമ്മുടെ എല്ലാ വിഷയങ്ങളിലും ഓശാരം ചെയ്തു തരുമാറാകട്ടെ. ആ മഹാനുഭാവന്റെ അന്ത്യവിശ്രമം കൊണ്ട് അനുഗ്രഹീതമായ ഉള്ളാളിന്റെ മടിത്തട്ടിൽ കേരളത്തിൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ അവകാശപ്പെടാൻ കഴിയുമോ? 50 വർഷക്കാലത്തെ ദർസിന്റെ പാരമ്പര്യം വിളിച്ചോതുന്ന ഏറ്റവും വലിയൊരു പണ്ഡിത നേതൃത്വം മഹാനായ താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി കേരളത്തിന്റെ മണ്ണിൽ കാണിക്കാൻ സാധ്യമല്ല. ഫിഖ്ഹി ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പ്രസിദ്ധിയാർജിച്ചിരിക്കുന്ന തുഹ്ഫ പോലും കണ്ണ് ചിമ്മിക്കൊണ്ട് ഇബാറത്തുകൾ വായിച്ച് അർത്ഥം വെച്ചു കൊടുക്കാൻ പറ്റിയിരിക്കുന്ന യോഗ്യത നേടിയിരിക്കുന്ന ഒരു പണ്ഡിത നേതൃത്വം ഈ പ്രസ്ഥാനത്തിലല്ലാതെ കാണിച്ചു തരാൻ മറ്റാർക്കെങ്കിലും കഴിയുമോ? കേരളത്തിൽ സാധ്യമല്ല. ആ രീതിയിൽ ഇൽമിന്റെ ബഹ്റായി നിൽക്കുന്ന ഒരു കാരണം കൊണ്ട് തന്നെ ഏത് വിഷയവുമായി കൊണ്ട് മുന്നിലേക്ക് കടന്നു ചെന്നാലും ആ സ്പോട്ടിൽ നമുക്കെല്ലാം ഖണ്ഡിതമായി പറഞ്ഞു തരാൻ പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ ഉചിതമായ ഒരു നേതൃത്വം അള്ളാഹു ആ തണല് നമുക്ക് ദീർഘകാലം നീട്ടിത്തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, പ്രായം 87 തികഞ്ഞിട്ടും ഈ സന്ദർഭത്തും നമ്മുടെ മുന്നിലേക്ക് നമുക്ക് വേണ്ടി ദുആ ചെയ്തു തരാൻ, നമ്മുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും മുന്നിലും തികഞ്ഞ ഒരു ആഗ്രഹിക്കുന്ന ഒരു നേതൃത്വമായി നമ്മുടെ മുന്നിലേക്ക് കടന്നു വരാൻ, ഏത് ക്ഷീണത്തിന്റെ സന്ദർഭത്തിലും പുഞ്ചിരിച്ച മുറിച്ചിരിയോടുകൂടെ നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്ന് നമുക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ തരാൻ വേണ്ടി കാണിക്കുന്ന ആ മനസ്സിന്റെ വിശാലത,
പക്ഷേ അവരുടെ ആരോഗ്യവും ആഫിയത്തിന്റെയും ദീർഘായുസ്സിന്റെയും വേണ്ടി നാം ദുആ ചെയ്യണമെന്നാണ്. നമ്മുടെ മഹാരഥന്മാരായ ഉലമാ പ്രായം കൂടിക്കൊണ്ടിരിക്കുന്നു, ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും വലിയ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ബാധ്യത അവരുടെ ആഫിയത്തിനും ആരോഗ്യത്തിനും അള്ളാഹുവിന്റെ പൊരുത്തത്തിലായിക്കൊണ്ടുള്ള ദീർഘായുസ്സിനും വേണ്ടി ദുആ ചെയ്യലാണ്. അള്ളാഹു അതവർക്ക് ഓശാരം ചെയ്തു കൊടുക്കുമാറാകട്ടെ. ആ മഹാനായ താജുൽ ഉലമ കേരളത്തിന്റെ മണ്ണിൽ കഴിഞ്ഞ ഒരുപാട് 6 പതിറ്റാണ്ട് കാലത്തിലധികമായി സേവനത്തിന്റെ പാരമ്പര്യം വിളിച്ചോതിക്കൊണ്ടിരിക്കുകയാണ്. 951 കേരളത്തിലുള്ള ആധികാരിക പണ്ഡിത സഭയാകുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ അംഗത്വം നേടിക്കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മെമ്പറായിക്കൊണ്ട് കടന്നു വന്നപ്പോൾ 975 മുതൽ സമസ്തയുടെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിൽ തന്റെ പ്രിയപ്പെട്ട ഗുരുവര്യരാകുന്ന മഹാനായ മർഹൂം കണ്ണിയത്ത് ഉസ്താദിന്റെയും തന്റെ പ്രിയപ്പെട്ട ഗുരുവര്യരാകുന്ന മഹാനായ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരുടെയും ആ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് തന്നെ പലപ്പോഴും അന്നത്തെ കാലത്ത് സമസ്തയുടെ അധ്യക്ഷ സ്ഥാനത്തിരുന്നു കൊണ്ട് യോഗത്തിന് നേതൃത്വം വഹിച്ച മഹാനായ താജുൽ ഉലമ റബ്ബിന്റെ നിയോഗം 989 മുതൽ ഇന്ന് വരെയും സമസ്തയുടെ പ്രസിഡന്റ് മഹാനായ താജുൽ ഉലമ തന്നെ. അതാർക്കും ഇവിടെ അവകാശപ്പെടാൻ യോഗ്യതയില്ല. ഇന്നും ആ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന മഹാനവറുകൾ തന്നെയാണ്. അള്ളാഹു അവിടുത്തെ ഇസ്സത്ത് ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഈ പ്രായം ചെന്ന സമയത്തും ഞാൻ ഓർത്തുപോവുകയാണ്, ഇബാദത്തിന്റെയും ആത്മീയതയുടെയും വിഷയത്തിൽ മാറ്റി നിർത്താൻ പറ്റുമോ? കഴിഞ്ഞ പരിശുദ്ധമായ ഹജ്ജിന്റെ വേളയിൽ വിനീതനായ ഞാൻ ഒരു ദിവസം മഹാനവറുകളുടെ കൂടെ ഒന്നിച്ചുണ്ടായിരുന്നു ഒരു എളിയ ഖിദ്മത്തിൽ. അള്ളാഹു നമ്മിൽ നിന്ന് ആ മഹാന്മാരോടുള്ള ഖിദ്മത്തും സ്നേഹവും സ്വീകരിക്കുമാറാകട്ടെ. തികച്ചും ക്ഷീണിതരും ശ്വാസതടസ്സം കൊണ്ട് ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് പോലും തഹജ്ജുദ് നിസ്കാരം ഒഴിവാക്കാതെ രോഗം പിടിപെട്ടുകൊണ്ട് ഐസിയുവിൽ കിടക്കുന്ന സമയത്ത് എറണാകുളത്തുള്ള ഡോക്ടർമാരെ പോലും അത്ഭുതപ്പെടുത്തിയിട്ട് ദുഹാ നിസ്കാരത്തിന്റെ സമയത്ത് എഴുന്നേറ്റ് എന്റെ നിസ്കാരത്തിന്റെ സമയമാണ്, വുളൂ ചെയ്യണമെന്ന് പറഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ഡോക്ടർമാർ വിലക്കിയ സന്ദർഭത്തിൽ കൊടുത്ത മറുപടി, നിങ്ങളുടെ നിർദ്ദേശമല്ല എനിക്ക് വലുത്, എന്റെ റബ്ബിന്റെ നിർദ്ദേശമാണ് എനിക്ക് വലുതെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ സമർപ്പണം നടത്തിയിട്ടുണ്ടെങ്കിൽ അനുഭവിക്കുന്ന രോഗത്തിന് ശിഫയില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതുമ്പോഴും അള്ളാഹുവിന്റെ മഹത്തുക്കൾ നൽകിയ പാരമ്പര്യ അദ്കാറുകളിലൂടെയും ലക്ഷക്കണക്കിന് ദിക്റുകളുടെയും ഇജാസത്തിലൂടെ എല്ലാറ്റിനും പരിഹാരം നൽകാനും വേദനിക്കുന്ന നൊമ്പരപ്പെടുന്ന നമ്മുടെ 10,000 പ്രശ്നങ്ങളുമായി നാം കടന്നു ചെല്ലുമ്പോൾ സ്വന്തം ഒരു പ്രിയപ്പെട്ട ഉപ്പയെപ്പോലെ പിടിച്ച് മുന്നിലിരുത്തി മൂർധാവിൽ 2 മുട്ടുമുട്ടി ഒന്നൂതിയിട്ട് ഇന്നത് ചൊല്ലിക്കോ അള്ളാഹു രക്ഷപ്പെടുത്തുമെന്ന് പറയുമ്പോൾ ആ രീതിയിൽ രക്ഷ പ്രാപിക്കാനുള്ള ഒരു അനുഗ്രഹമായി കൊണ്ട് മഹാനായ താജുൽ ഉലമ അള്ളാഹു നമുക്ക് നൽകിയെങ്കിൽ യജമാനനായ റബ്ബേ, നിന്റെ റഹ്മത്തിന്റെ വിശാലത കൊണ്ട് മഹത്തുക്കളുടെ ഹക്ക് കൊണ്ട് ആ ഭാഗ്യം ഞങ്ങൾക്ക് ദീർഘകാലം നീ നീട്ടിത്തരണേ തമ്പുരാനെ എന്ന് ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ തികച്ചും യോഗ്യത. നിങ്ങൾ ആലോചിക്കണം, ഇന്ന് നമുക്ക് ഇസ്സത്തോടെ നാം സുന്നികൾ എന്ന് പറഞ്ഞ് സംഘടിക്കാൻ സാധിച്ചു. ആരാണ് ഇതിന് സന്ദർഭം സൃഷ്ടിച്ചു തന്നത്? പാരമ്പര്യ ദീനിനെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി കേരളത്തിലുള്ള പണ്ഡിത നേതൃത്വം തയ്യാറായപ്പോൾ അതിനിടയിൽ വിഘടനവാദത്തിന്റെയും വിഭജനത്തിന്റെയും ഭിന്നിപ്പിന്റെയും വിത്തുവാകിക്കൊണ്ട് ബിദ്അഈ പ്രസ്ഥാനം കടന്നു വന്നപ്പോൾ അതിനെതിരെ ജനങ്ങളെ ഉത്ഭുതരാക്കാനും പണ്ഡിതോചിതമായ പടയോട്ടം നടത്താനും വേണ്ടി ബിദ്അഈ ചിന്താഗതിക്കാരോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിന്റെ മണ്ണിൽ പടുത്തുയർത്തപ്പെട്ട ആധികാരിക പണ്ഡിത സഭ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ പിൽക്കാലത്ത് ഭൗതിക രാഷ്ട്രീയക്കാരൻ കടന്നുകൂടിക്കൊണ്ട് ഭിന്നിപ്പുണ്ടാക്കാൻ ഒരു ഭാഗത്ത് ശ്രമിച്ചപ്പോൾ ബിദ്അഈ ചിന്താഗതിക്കാരൻ ഭൗതിക രാഷ്ട്രീയക്കാരന്റെ പിന്നിൽ നിന്നുകൊണ്ട് ഒരുപാട് തീവ്രയത്നം നടത്തിയപ്പോൾ ബിദ്അഈ ചിന്താഗതിക്കാർക്കെതിരെ അംഗീകരിച്ചു വന്ന കടുത്ത സമീപനത്തിൽ അഴവ് വരുത്തണമെന്നുള്ള ചർച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലുള്ള ഒരു വിഭാഗത്തിനിടയിൽ കടന്നു വന്ന സമയത്ത് ഇരുന്ന ചെയറിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് എനിക്ക് ഈ കസാലയല്ല വലുത്, എനിക്കെന്റെ ആദർശമാണ് വലുത്, ഞാൻ ഒറ്റപ്പെട്ടാലും മരണം വരെ ഈ ആശയത്തിന് വേണ്ടി നിലനിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോടുമ്പോൾ ഫാൻസിസ് റോഡിൽ കൂക്കി വിളിക്കാൻ നിന്നിരിക്കുന്ന റൗഡികൾ അവരമ്പരപ്പിച്ചുകൊണ്ട് ഇറങ്ങി വന്ന മഹാനായ താജുൽ ഉലമ അള്ളാഹു യോഗ്യതയിനെയും വളർത്തിക്കൊടുക്കുമാറാകട്ടെ. മഹാനായ മൗലാന എം ഉസ്താദ് അന്നാ മഹാരഥന്മാരായ ചുരുക്കം ചില മഹത്തുക്കൾ ഇറങ്ങി വന്നിട്ട് രാഷ്ട്രീയമല്ല വലുത്, ഭൗതികതയല്ല വലുത്, ജീവിതമല്ല സുഖമല്ല വലുത്,
നിങ്ങളുടെ ആരുടെയും പിന്തുണ ഞങ്ങൾ ആഗ്രഹിച്ചിറങ്ങി വന്നതല്ല, ഞങ്ങൾ ഹക്കിന് വേണ്ടിയാണ് വന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ പിന്നിൽ നിലനിൽക്കാമെന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ 10-20 വർഷക്കാലത്തിനിടയിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നോളം രചിക്കാൻ കഴിയാത്ത ചരിത്രങ്ങൾ രചിച്ചുകൊണ്ട് ആർക്കും പിടിച്ചു നിർത്താൻ കഴിയാത്ത ശക്തിയായിക്കൊണ്ട് ഈ സുന്നി കൈരളി വളർന്നിട്ടുണ്ടെങ്കിൽ അതിന് പ്രചോദനം നൽകിയത് മഹാനായ താജുൽ ഉലമയാണ്. നാം ഇന്നിവിടെ ഖസീദത്തു ബുർദാഹ് സന്തോഷത്തോടെ ആലാപനം നടത്തി. ഈ ഇരിക്കുന്ന മഹാരഥന്മാരെങ്ങാനും അന്നാ ത്യാഗത്തിന് തയ്യാറായിട്ടില്ലെങ്കിൽ മൗലിദ് വേണോ വേണ്ടി അതിരിക്കട്ടെ, കയ്യേടെ കെട്ടണം കെട്ടണ്ട, അത് മറ്റൊരു ചർച്ച പോട്ടെ, തറാവി 8-20 അത് ഏതോ ചർച്ച ഇരിക്കട്ടെ എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്കെങ്ങാനും നമ്മൾ പോയിരുന്നെങ്കിൽ എവിടെ ഉണ്ടാകുമായിരുന്നു മക്കളെ നമ്മുടെ ദീൻ? മറക്കാൻ പറ്റുമോ ഈ മഹത്തുക്കളിലൂടെ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹം? ഈ ആദരിക്കപ്പെടുന്ന വേദിയിൽ എനിക്ക് പറയാനുള്ളത്, രണ്ടാമതായി ഇവിടെ ആദരിക്കപ്പെടുന്നത് മഹാനായ നൂറുൽ ഉലമ മൗലാന എം ഉസ്താദ്, അള്ളാഹു ആഫിയത്തോടെ ദീർഘായുസ് നൽകട്ടെ. മഹാനായ എം ഉസ്താദിന് ഇന്നും പറയാനുള്ളത് താജുൽ ഉലമയെ പറ്റിയാണ്. രോഗം പിടിപെട്ട് ഡോക്ടർമാര് പോലും അപകടത്തിലെന്ന് പറഞ്ഞപ്പോൾ കടന്നു ചെല്ലുന്നവരോട് എന്റെ എല്ലാ പ്രശ്നങ്ങളും ഒന്ന് പരിഹരിച്ചൊന്ന് ഈമാൻ സലാമത്തായി കിട്ടാൻ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് എല്ലാവരുടെയും വേദനിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ കഴിഞ്ഞ ഹജ്ജിന് മുമ്പത്തെ ഹജ്ജിന് പോലും എല്ലാം തീർന്നു എന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരു മനസാക്ഷിയിലേക്ക് എത്തിയപ്പോൾ കടന്നു ചെന്നുകൊണ്ട് മഹാനായ മൗലാന എം എ ഉസ്താദിന്റെ മുന്നിലിരുന്ന് നിങ്ങൾ മരിക്കേണ്ട സമയമായിട്ടില്ല, നിങ്ങളെ സമുദായത്തിന് ആവശ്യമുണ്ട്, മരിക്കേണ്ട സമയമാകുമ്പോൾ അത് നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആത്മീയ വീര്യം നൽകിക്കൊണ്ട് ഇന്നും ഊർജത്തോടെ പ്രവർത്തിക്കുന്നുവെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കരവും മഹാനായ താജുൽ ഉലമ തന്നെയാണ്. ആ മഹാനായ മൗലാന എം ഉസ്താദിന് അല്ലാഹു ആഫിയത്തോടെ ദീർഘായുസ് നൽകട്ടെ. മറക്കാൻ കഴിയില്ല സുന്നി കൈരളിക്ക് മഹാനായ നൂറുൽ ഉലമയെ, മഹാനായ നൂറുൽ ഉലമയെ മറക്കാൻ കഴിയില്ല. മഹാനായ മർഹൂം അബ്ദുള്ളയുടെയും അതുപോലെ തന്നെ മറിയം എന്ന് പറയുന്ന രണ്ട് മഹത്തുക്കളായ രണ്ട് മാതൃത്വത്തിന്റെയും പിതൃത്വത്തിന്റെയും ഏറ്റവും വലിയ സംഭാവനയായിക്കൊണ്ട് കൈരളിയുടെ മണ്ണിലേക്ക് ഇറങ്ങി വന്നൊരു മഹാപണ്ഡിത പ്രഭു. 84, 85, 86, 87 കഴിഞ്ഞിട്ടും ഏത് സന്ദർഭത്തിൽ നോക്കിയാലും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി മാത്രം കഴിഞ്ഞ ഒരുപാട് കേരളത്തിലുള്ള പ്രഗത്ഭന്മാരായ പണ്ഡിത പ്രഭുക്കളുടെ മടിത്തട്ടിലിരുന്നു കൊണ്ട് ഇൽമു സമ്പാദിക്കുകയും കേരളത്തിൽ നിന്ന് അഭിമാനത്തോടെ നിലനിൽക്കുന്ന മദ്രസാ പ്രസ്ഥാനം ബിദ്അഈ ചിന്താഗതിക്കാരും മദ്രസാ പ്രസ്ഥാനത്തിലൂടെ സുന്നത്ത് ജമാഅത്തിനെ തട്ടിത്തകർക്കാൻ ശ്രമം നടത്തിയപ്പോ 1951 അൽ ബയാനിൽ എഴുതിയിരിക്കുന്ന ഒരു ലേഖനമായിരുന്നു മദ്രസാ പ്രസ്ഥാനത്തിന് പുതിയ വഴിത്തിരിവുണ്ടായത്. ആരായിരുന്നു ആ ലേഖനത്തിന്റെ രചയിതാവെന്നറിയുമോ? മഹാനായ നൂറുൽ ഉലമ എം എ ഉസ്താദ്, അല്ലാഹു ആഫിയത്തോടെ ദീർഘായുസ് നൽകുമാറാകട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1951 മാർച്ചിൽ ഒരു സമ്മേളനം നടത്തി. ആ നടത്തിയ സമ്മേളനത്തിന്റെ സബ് കമ്മിറ്റിയുടെ മെമ്പർ ഏറ്റെടുക്കാൻ കഴിഞ്ഞ പാരമ്പര്യത്തെ വിളിച്ചോതുന്ന പണ്ഡിത പ്രഭു മഹാനായ നൂറുൽ ഉലമ എം എ ഉസ്താദ് ഹഫിളഹുല്ലാഹ്. തന്റെ പവിത്രമായ തന്റെ ജീവിതത്തിലുള്ള പഠനത്തിന്റെ കാലയളവിന് ശേഷം 1973 മുതൽ 5 വർഷത്തോളം തളിപ്പറമ്പ് കുവ്വത്തിന്റെയും 1979 മുതൽ ഉത്തര കേരളത്തിന്റെ അഭിമാനമായി നിലനിൽക്കുന്ന ജാമിയ സഅദിയുടെ ശില്പിയും കാര്യദർശിയുമായിക്കൊണ്ട് കഴിഞ്ഞ 38 വർഷക്കാലത്തെ പ്രവർത്തനത്തിലൂടെ കൈരളിയുടെ മണ്ണിൽ മറക്കാൻ പറ്റാത്തൊരു പണ്ഡിത പ്രഭു, ബിദ്അഈ ചിന്താഗതിക്കെതിരെ, അതേ ഇസ്ലാമിക വിരുദ്ധാദർശങ്ങൾക്കെതിരെ ബൃഹത്തായ 30 രചനകളിലൂടെ കേരളത്തിന്റെ മനസ്സുകളിൽ ജീവിക്കുന്ന മഹാപണ്ഡിതൻ. ഈ കേരളത്തിലുള്ള മദ്രസാ പ്രസ്ഥാനത്തിന്റെയും മുഅല്ലിം സമൂഹത്തിന്റെയും മുഫത്തിഷ്മാരുടെയും പ്രാസ്ഥാനിക പ്രവർത്തനത്തിന്റെയും മേലികളിലേക്ക് ഏതിലേക്ക് ചെന്നു നോക്കിയാലും ആ മഹാപണ്ഡിത പ്രഭുവിന്റെ വിയർപ്പ് തുള്ളി കാണാതിരിക്കാൻ പറ്റില്ല. അവിടുത്തെ വിയർപ്പിന്റെ മണമില്ലാത്തൊരു പ്രവർത്തനം കേരളത്തിന്റെ മണ്ണിൽ കാണാൻ സാധിക്കില്ല. ആ മഹാനുഭാവൻ അല്ലാഹു ആഫിയത്തോടെ ദീർഘായുസ് നൽകുമാറാകട്ടെ. ആ മഹാനുഭാവന്റെ 38 വർഷക്കാലത്തെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിമാനമായി നിലനിൽക്കുന്ന ജാമിയ സഅദിയ, അന്നും ആ മഹാനുഭാവന് പ്രചോദനം നൽകി പ്രസിഡന്റ് സ്ഥാനത്തിരുന്നത് ആരാന്നറിയുമോ? മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി. ഇന്നും ആ സ്ഥാപനത്തിന്റെ അഭിമാന്യനായ പ്രസിഡന്റ്. അള്ളാഹു നമ്മുടെ സ്ഥാപനത്തെ ഇസ്സത്തിലാക്കുമാറാകട്ടെ. ഇടയിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്ന അതിന്റെ 38ാം വാർഷികം നടക്കുകയാണ് ഈ വരുന്ന ഫെബ്രുവരിയിൽ.
15, 16 തീയതി 17 തീയതികൾ നടക്കുന്ന ആ മഹാസമ്മേളനം, ഈ സന്ദർഭത്തിൽ എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, പ്രായത്തിന്റെ അങ്ങേയറ്റത്തെത്തിയിരിക്കുന്ന സമയം ഇൽമും അമലും ജീവിതത്തിന്റെ മുഖ്യധാരയായി അംഗീകരിച്ച് ഞാൻ ഓർക്കുകയാണ്. വിനീതനായ ഞാൻ ജാമിയ സഅദിയിൽ പഠിക്കുന്ന സമയത്ത് പാതിരാത്രിയിൽ വഅദ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് എല്ലാവരും കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ മഹാനായ മൗലാന എം ഉസ്താദിനെ അന്ന് വിനീതന് കാണാൻ കഴിയുന്ന രംഗം, തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് തസ്ബീഹ് മാലയും കയ്യിൽ പിടിച്ചിട്ട് ആ വരാന്തയിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹാപണ്ഡിതനേത്ര. അള്ളാഹു അവിടുത്തെ ഇസ്സത്ത് ഉയർത്തി കൊടുക്കുമാറാകട്ടെ, ആഫിയത്തോടെ അള്ളാഹു ദീർഘായുസ് നൽകുമാറാകട്ടെ. ആ രീതിയിൽ ജീവിതത്തിന്റെ പരിപൂർണമായ സൂക്ഷ്മത ഞാൻ ഓർക്കുകയാണ്. ഞങ്ങൾക്കൊക്കെ എല്ലാ അർത്ഥത്തിലും ഉസ്താദിന്റെ മുമ്പിൽ പോകാൻ പേടിയാ. കാരണോ, എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിപ്പോയെങ്കിൽ അതിനെതിരെ കാർക്കശ സ്വഭാവത്തോടുകൂടെ പ്രതികരിക്കാൻ പ്രവർത്തകന്മാർ സംശുദ്ധതയുള്ളവരും കറകളഞ്ഞ നിഷ്കളങ്ക കരങ്ങളുടെ ഉടമകളാകണമെന്ന നിർബന്ധ ബുദ്ധിയുള്ളിരിക്കുന്ന ഒരു നേതൃത്വം. അതാണ് മഹാനായ നൂറുൽ ഉലമ മൗലാന എം ഉസ്താദ്. ഈ മഹാനുഭാവനെ രണ്ടാമതായിക്കൊണ്ട് ഇവിടെ ആദരിക്കുകയാണ്. ആ മഹാനുഭാവനെ ഈ കൈരടിയുടെ മണ്ണിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ശരീരത്തെ പിടിമുറുക്കിയ സന്ദർഭത്തിലും വീട്ടിലിരുന്ന് ഭാര്യയോടും മക്കളോടൊന്നിച്ചും ഒരു ദിവസമെങ്കിലും സന്തോഷിക്കട്ടെ എന്ന് ചിന്തിക്കുന്നതിന് പകരം ജാമിയ സഅദിയയുടെ റൂമിൽ വന്നിരുന്നിട്ട് ജാമിയ സഅദിയ എന്ന എന്റെ ഈ സ്ഥാപനം എന്താകും റബ്ബേ എന്ന് ചിന്തിച്ച് വ്യാകുലപ്പെടുന്നൊരു മനോവേദനയുണ്ടെങ്കിൽ 38ാം വാർഷികത്തിന്റെ സമർപ്പണത്തിന്റെ വേളയിൽ എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരോട് ഞാൻ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുന്നു, ഈ 38ാം വാർഷിക സമ്മേളനത്തിന് ജാമിയ സഅദിയുടെ മണൽപ്പരപ്പ് സാക്ഷിയാകുമ്പോൾ ഈ ത്യാഗം സഹിച്ചിരിക്കുന്ന പണ്ഡിത നേതൃത്വത്തെ കേരളത്തിലുള്ള സുന്നി പ്രസ്ഥാനം കൈയൊഴിയില്ല എന്ന് തെളിയിച്ചു കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ജനനിബിഡമായ സദസ്സാക്കി മാറ്റാൻ നിങ്ങളൊക്കെ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് പതിച്ചെടുക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ എന്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല, നിർത്തട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മടിത്തട്ടിലിരുന്നു കൊണ്ട് അള്ളാഹുവിന്റെ ദീൻ നേരിട്ട് കേൾക്കാനും കൊള്ളാനും പഠിക്കാനും അവസരം ലഭിച്ച മഹാനായ മാലിക്കുദ്ദീനാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പവിത്രമായ പാദസ്പർശനമേറ്റിരിക്കുന്ന തളങ്കരയുടെ മണ്ണിൽ വെച്ചുകൊണ്ടാണ് ആ പാരമ്പര്യത്തിന് വേണ്ടി നിലനിന്ന പണ്ഡിതന്മാരെയും സാദാത്തുക്കളെയും നാം ആദരിക്കുന്നതെങ്കിൽ അഭിമാനിക്കാൻ അവകാശമുണ്ട്. എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ, നമുക്ക് അള്ളാഹു ആ മഹാന്മാരുടെ ഹക്ക് കൊണ്ട് നമ്മെ സഹായിക്കുമാറാകട്ടെ. നാം ഈ മഹത്തുക്കളെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഭൗതികയുടെ മാനദണ്ഡം വെച്ചുകൊണ്ടല്ല. അവസാനമായി ഞാൻ ഒരൊറ്റ കാര്യം ഓർമ്മപ്പെടുത്തുന്നു. വിശ്വാസിയുടെ ജീവത്തുടിപ്പായി മാറേണ്ടിയിരിക്കുന്ന സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, നമ്മുടെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിൽ എല്ലാറ്റിനേക്കാൾ അപ്പുറം സ്നേഹിക്കേണ്ടുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി. ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവൽദിഹി വന്നാസി അജ്മഈൻ. സ്വന്തം പിതൃത്വമേറ്റെടുക്കുന്ന ഉപ്പയേക്കാളും മാതൃത്വമേറ്റെടുക്കുന്ന ഉമ്മയേക്കാളും ഭാര്യയെക്കാളും മക്കളെക്കാളും സ്വന്തം നഫ്സിനേക്കാളും ഹബീബ് മുഹമ്മദിനിൽ മുസ്തഫ അവിടത്തെ നിങ്ങൾ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച ആ യാഥാർത്ഥ്യത്തിന്റെ മുന്നിൽ ശിരസ്സ് നമിക്കേണ്ടിയിരിക്കുന്ന നമ്മുടെ മുന്നിലേക്ക് യഥാർത്ഥ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്തിച്ചു തരാൻ ത്യാഗം വരിച്ചിരിക്കുന്ന താജുൽ ഉലമയെ ഇവിടെ വെച്ചുകൊണ്ട് ഏറ്റെടുക്കണം. മക്കളെ, മഹാനായ നൂറുൽ ഉലമയെ നാം ഇവിടെ വെച്ചുകൊണ്ട് ഏറ്റെടുക്കണം. ഈ ഇരിക്കുന്ന സാദാത്തുക്കളെ നാം ഏറ്റെടുക്കണം. ഇന്നു മുതൽ അങ്ങോട്ട് അവരേതൊരാദർശത്തിന് വേണ്ടി ജീവിച്ചുവോ അതിനുവേണ്ടി സന്ധിയില്ലാ സമരം നടത്താൻ, അതിനുവേണ്ടി ജീവിതം മുഴുവനും അർപ്പിച്ചുകൊണ്ടുള്ളൊരു പ്രവർത്തനത്തിന്റെ പടയോട്ടം നടത്താൻ പതിറ്റ് പുതുക്കിക്കൊണ്ട് ഈ സദസ്സ് പിരിയാൻ പാടുള്ളൂ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞങ്ങൾക്ക് വലുത് ദീനാണെന്ന് പറഞ്ഞ് ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തെറ്റ് ചെയ്യാത്ത മുഹമ്മദുർ റസൂലുള്ളാഹി, സാധാരണക്കാരനല്ലാത്ത മുഹമ്മദുർ റസൂലുള്ളാഹി, മുസ്ലിം പാരമ്പര്യത്തിലൂടെ ജനിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി, എല്ലാറ്റിനേക്കാളും എവിടെയും ഓർക്കേണ്ടത് മുഹമ്മദ് നബിയാണെന്ന് പഠിപ്പിച്ച ഈ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മുടെ ഈമാനിന്റെ നിലനിൽപ്പിന് വേണ്ടി ജീവിക്കുന്നവരാണെന്ന ബോധ്യം ഇവിടെ വെച്ചെങ്കിലും നാം ഏറ്റെടുത്ത് ആ ഒരു യാഥാർത്ഥ്യത്തിന് വേണ്ടി നിലനിന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ ഹബീബായ തങ്ങളുടെ പിന്നിൽ എങ്ങനെ ഉറച്ചു നിന്നോ, വസൽ ഹുനൈനം വസൽ ബദ്റൻ വസൽ ഉഹുദാ അൻവാഅ തഅദീബിഹിം വൽ ഹത്ഫ കൈഫ ജറാ ഹുമുർ റിജാലു ബലാ ഹുമുൽ ജിബാലു ബലാ
كالدهر في همة بل سادة الكبرى وجادوا بأموال وباعوا نفوسهم لدين الهدى في كل موطن غزوتي صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. യജമാനനായ റബ്ബേ, ഈ മഹത്തുക്കളായ സാദാത്തുക്കളെയും ഉലമാഇനെയും സാക്ഷി നിർത്തി ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ റബ്ബേ. മദീന മുനവ്വറയിൽ കിടക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ പരിശുദ്ധമായ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ റബ്ബേ. അവിടുത്തെ ഹുളൂർ കൊണ്ട് ഈ സദസ്സ് നീ ധന്യമാക്കി തരണേ റബ്ബേ. പ്രതിസന്ധിയുടെയും പ്രയാസത്തിന്റെയും ഘട്ടത്തിൽ പണം വേണോ പണം, ശരീരം വേണോ ശരീരം, എന്തും സമർപ്പിക്കാൻ തയ്യാറെന്ന് പറഞ്ഞ് മല പോലെ പാറ പോലെ ഉറച്ചു നിന്നിരിക്കുന്ന പ്രവാചക ശിഷ്യന്മാരുടെ പാരമ്പര്യം അംഗീകരിച്ചുകൊണ്ട് ഈ പണ്ഡിത നേതൃത്വത്തിന്റെ മുന്നിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ നാം പ്രതിജ്ഞ ചെയ്യണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തി യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല സാധുക്കളായ നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. നമ്മുടെ ഈ മഹത്തായ വേദി